ബാസി സർ, എന്തായാലും നമ്മൾ ഒരേ വഴിക്ക് നീങ്ങുന്നവരല്ലേ. കാളിമലയിലോട്ട് ഞാനും വരട്ടെ. ബാസി സാറേ, ബാസി സാറേ, എന്താ പറ്റിയ? എന്താ? ഓക്കേ, ഒന്നുമില്ല ഒന്നുമില്ല. ഹോസ്പിറ്റലിൽ പോകണോ? ഒന്നുമില്ല. മെല്ലെ നോക്കിട്ടോ, മെല്ലെ. ചപ്പൽ. ഓക്കേ. നമസ്തേ. നമസ്തേ. ഫാദർ ജോസഫ് സിൽവിസ്റ്റർ അകത്തുണ്ട്, വരണം. ഫാദറിനെ നേരിട്ട് കാണാൻ പറ്റില്ലെന്നാണ് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞത്. ഇതൊരു ഒഫീഷ്യൽ മീറ്റിംഗ് അല്ലല്ലോ എബി. നമുക്കറിയേണ്ടത് റാണിയെ കുറിച്ചാണ്. അത് പറയാനിനി നമുക്ക് മുന്നിലുള്ള ഒരേ ഒരാൾ ഫാദർ മാത്രമാണ്. പ്ലീസ്, ഫാദർ ഇസ് ദെയർ. താങ്ക് യു ഫാദർ. ഓക്കെ. ഓക്കെ ഫാദർ. വേദന തോന്നുന്ന കാര്യങ്ങൾ ഓർക്കാതിരിക്കാൻ, വീണ്ടും മുറിവുകൾ ഉണ്ടാകാതിരിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ അന്ന് കാണണ്ട എന്ന് പറഞ്ഞത്. പക്ഷേ വേദന മാത്രമല്ല, ഒരുപാട് നല്ല സന്തോഷങ്ങളും ആ സമയത്തുണ്ടായിരുന്നു. റാണിയെക്കുറിച്ച് അന്വേഷിച്ച് ഇനി ആരും വരില്ലെന്നാണ് കരുതിയിരുന്നത്. പക്ഷെ നിങ്ങൾ ആ പാട്ട് അയച്ചു തന്നപ്പോൾ, വീണ്ടും ഒരു കുഞ്ഞത് പാടുന്നത് കേട്ടപ്പോൾ, അവൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി. ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വെച്ചാ? നിങ്ങൾക്കറിയില്ലേ, അവൾ ചെയ്ത നന്മകളൊന്നും മായ്ക്കാൻ പറ്റില്ല. ഫാദർ, ശരിക്കും കാളിമലയിൽ എന്താണ് സംഭവിച്ചത്? കാളിമലയിലെ പാറ പൊട്ടിക്കുന്ന ക്വാറി ഊരിന് നേരെ മുകളിലായിരുന്നു. പാറക്കെട്ടുകൾ പൊട്ടിക്കാനുള്ള ലൈസൻസ് ഇല്ലാതിരുന്നിട്ടും അധികാരികളുടെ കൺമുന്നിൽ ആ ക്വാറികൾ പ്രവർത്തിച്ചപ്പോൾ നിലച്ചത് ഊരിലേക്കുള്ള ഉറവകളായിരുന്നു. വെള്ളമില്ലാതെ ഊരിലെ കുട്ടികൾ ആ പാറക്കുളത്തിലേക്ക് വെള്ളത്തിനു വേണ്ടി പകലും രാവും പോയിക്കൊണ്ടേയിരുന്നു. അവരിൽ പലരും തിരിച്ചു വന്നില്ല. ചിലർ ആ വെള്ളത്തിൽ ശവങ്ങളായി പൊന്തി, മറ്റു ചിലർ ജീവിക്കുന്ന ശവങ്ങളായി. കൗമാരക്കാരികളെ പല ആദിവാസി പെൺകുട്ടികളും അവിടെ വെച്ച് ബ്രൂട്ടലായി റേപ്പ് ചെയ്യപ്പെട്ടു. അതിലേറ്റവും വേദനാജനകമായ ദുരന്തം നടന്നപ്പോഴും സമൂഹത്തിലെ പലരും പ്രതികരിച്ചില്ല. ആ വാർത്തയായിരിക്കണം ടീച്ചറിനെ ട്രിഗർ ചെയ്തത്. പല NGOസും സഹായം ഓഫർ ചെയ്തെങ്കിലും അതിനൊരു ആക്ഷൻ ഉണ്ടായത് ഋഷി വാലിയിലെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. ഒരു ദിവസം ടീച്ചർ ഇവിടെ എത്തി. അവരുടെ മനസ്സിലുള്ള ആശയം പങ്കുവെച്ചപ്പോൾ ഞാൻ സഭയുടെ സ്ഥലം വിട്ടുകൊടുത്തു. ഇതാണ് ആ സ്കൂളിൻ്റെതായിട്ട് അവശേഷിക്കുന്ന അവസാനത്തെ റിലിക്. ഇതാണ് റാണി. അതിശക്തരായ ശത്രുക്കളുള്ളപ്പോഴും ഏതൊരു കുഞ്ഞു ജീവനും അഭയം നൽകുന്ന അമ്മ. അതല്ലേ പ്രകൃതി? ഇതാണ് ഏറ്റവും വലിയ പാഠപുസ്തകം. നമ്മൾ ഈ ലോകത്ത് ഭയക്കേണ്ടത് ഒരേ ഒരു വർഗത്തെയാണ്, നമ്മളെ, മനുഷ്യരെ. യോ, പാത്ത് വാപ്പാ.
ലക്ഷ്മി കവലപ്പെടാതെ. മോളെ ഒന്നും പേടിക്കണ്ട കേട്ടോ, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്. റിലാക്സ് റിലാക്സ്. ഓക്കെ റാണി, ഇങ്ങോട്ട് നോക്കിയേ, കാല് ബലം പിടിക്കില്ലേ, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്. നോക്കിയേ. റിലാക്സ് റിലാക്സ്. ചേച്ചി കൊടുത്തേ. അങ്ങനെ പതുക്കെ പതുക്കെ പതുക്കെ. രണ്ടുപേരെ കാപ്പാത്തതാ ഇങ്ങ വന്നേ. ഒന്നാമത് കിടക്ക് വന്ന് വേണ്ടിക്കിട്ടെ. ആനാ ടീച്ചർമാർ രണ്ടേ കാപ്പാത്തിട്ട്. നന്ദി. സർ, ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊരു 5000 ക്വാറികളുണ്ട് ഉപയോഗിക്കാത്ത. അതിലൊരെണ്ണത്തിലാണ് നമ്മൾ ഇത്രയൊക്കെ ചെയ്തിരിക്കുന്നത്. ഇതെന്ന് പറയുമ്പോൾ ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതവും മാർഗവും ഒക്കെയാണ്. പക്ഷെ ഇത്രയും പറഞ്ഞിട്ടും കഴിഞ്ഞ ആഴ്ച അവന്മാരവിടെ പാറ പൊട്ടിക്കുക. നമുക്കിതൊക്കെ നഷ്ടപ്പെടുമെന്നൊരു പേടി. ഇനിയും കോടതി പോവല്ലാതെ വേറെ മാർഗ്ഗമില്ലാത്ത പോലെ. പക്ഷെ സാറിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് വലിയ ഉപകാരമായിരിക്കും. മക്കളുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. എന്തു ചെയ്യാന്ന് ഞാൻ നോക്കട്ടെ. ടീച്ചർ ധൈര്യമായിട്ടിരിക്കും. ശരി, താങ്ക് യു. കാളിമലയിലെ കുടിയേറ്റക്കാരുടെ പൂർണ്ണ പിന്തുണ ഇവിടുത്തെ ക്വാറികൾ അടക്കി വാണ്ടുന്ന വലിയ പറമ്പിൽ ഫാമിലിയുടേതായിരുന്നു. അവലത് തീരുമാനിച്ച് ഇറങ്ങിയിരിക്കുക റോണിച്ചായ. അവരുടെ വിശ്വാസവും പണവും അതായിരുന്നു സെൽവൻ്റെ ലക്ഷ്യം. സെൽവ, വരുന്ന തിരഞ്ഞെടുപ്പിന് ഞാൻ നിനക്ക് വാക്ക് പറഞ്ഞ പണം, എൻ്റെ കമ്മ്യൂണിറ്റിയിലെ വോട്ട്, ഇത് രണ്ടും ഈ തീരുമാനത്തിന് ബേസ് ചെയ്താ. ഇനി എന്ത് വേണമെന്ന് നീ തീരുമാനിക്കും. കാളിമലയിലെ വോട്ടുകളിൽ കണ്ണുവെച്ച് തെരഞ്ഞെടുപ്പിന് ഇറങ്ങാനെന്ന അയാൾക്ക് മുന്നിൽ ആ ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ യാത്രയ്ക്കൊടുവിൽ ആദിത്യം കാണിയെ നേരിട്ട് കണ്ടപ്പോൾ ആ പാവത്തിന് എന്നോട് സത്യമല്ലാതെ വേറൊന്നും പറയാൻ കഴിഞ്ഞില്ല. അയാൾ പറഞ്ഞത് കാളിമലയുടെ യഥാർത്ഥ കഥയായിരുന്നു, ടീച്ചറിൻ്റെ.